സ്കൂളിലെ വിദ്യാർത്ഥികൾ കടന്നു വരേണ്ടതാണ്. സെന്റ് ജോസഫ് CGHSലെ വിദ്യാർത്ഥികൾ അണിനിരക്കണം. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പിന്നിലായി സെന്റ് ജോസഫ് CGHSലെ വിദ്യാർത്ഥികൾ അണിനിരക്കേണ്ടതാണ്. ഈ ഘോഷയാത്രയുടെ ഏറ്റവും പിന്നിലായി ചരിത്രവും പുരാതനവും എല്ലാം ഇടയിൽ ചേർത്ത് വരുന്ന നവോത്ഥാനത്തിന്റെ പ്രതീകങ്ങളായ നിശ്ചല ദൃശ്യങ്ങൾ ഇപ്പോൾ വൈക്കം റോഡിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായി ഈ ബോയ്സ് സ്കൂൾ റോഡിലേക്ക് ഗസ്റ്റ് ഹൗസിന്റെ അവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ബോയ്സ് സ്കൂൾ റോഡിലേക്ക് നിശ്ചല ദൃശ്യങ്ങൾ അടങ്ങുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ്. സെന്റ് ജോസഫ് CGHS വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ മൈതാനത്തോടെ കടന്നു പോകുന്നത്. അതിന്റെ പിന്നിലായി ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ റെഡിയായി നിൽക്കുക. ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പിന്നിലായി സുരക്ഷാ സംവിധാനവുമായി ആംബുലൻസ് വാഹനം. ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പിന്നിലായി CR രജത് ആൻഡ് പാർട്ടി കളരിപ്പയർ തയ്യാറായി നിൽക്കുക. സമയം ഒട്ടും നഷ്ടപ്പെടാതെ കൃത്യമായി പറയുന്നതനുസരിച്ച് ഈ ഘോഷയാത്രയിൽ അണിനിരന്നാൽ 3 മണിക്കൂർ കൊണ്ട് ഈ നഗരത്തിന്റെ മഹനീയമായ രാജപാതകളിലൂടെ കടന്നു വന്ന് തിരികെ ചരിത്രഗാഥകൾ ഉറങ്ങുന്ന സർക്കാർ മൈതാനിൽ എത്തിച്ചേരുവാൻ കഴിയും. കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. ഈ ഘോഷയാത്രയുടെ പകുതി പോലും ഇപ്പോഴും ഇവിടുന്ന് പോകാൻ സാധ്യമായിട്ടില്ല. അല്പം കൂടി വേഗത കൂട്ടേണ്ടതാണ്. ഗവൺമെന്റ് ആയുർവേദ കോളേജ് വിദ്യാർത്ഥികൾ കളരിപ്പയറ്റ് കോഴിക്കോട് ശ്രീനിവാസന്റെ തെയ്യം 2 മേളം 3. ശ്രീനിവാസന്റെ തെയ്യം 2 മേളം 3. അതിന്റെ പിന്നിൽ സുരേന്ദ്രൻ അമ്മയുടെ തെയ്യം 2 അമ്മയുടെ മേളം 2. ശ്രദ്ധിക്കുക, ഒരു എൻഫീൽഡ് ബൈക്കിന്റെ താക്കോല് തടഞ്ഞു കിട്ടിയിട്ടുണ്ട്. മൈതാനത്തു നിന്നും ഇപ്പോഴും പകുതി പോലും പുറത്തേക്ക് പോകുവാൻ സാധ്യമായിട്ടില്ല. ഈ നഗരം മുഴുവൻ ആയിരങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. നാടും നഗരവും ഉണർത്തിക്കൊണ്ട് നാടിന്റെ പരിപാവനമായ തൃപ്പൂണിത്തുറയുടെ തനതായ അത്തം ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. കരകാട്ടം സ്റ്റേജിന്റെ മുന്നിലെത്തിയിരിക്കുന്നു. തുള്ളിക്കോളൂ. വേദിയുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഷാജി പാപ്പാൻ വേഷം. അതിന്റെ പിന്നിലായി പ്രിൻസ് ആനന്ദവലിയുടെ കൊട്ടക്കാവടി അണിനിരക്കണം. പ്രിൻസ് ആനന്ദവലിയുടെ ഷാജി പാപ്പാൻ വേഷത്തിൽ
അത് ഇതിന്റെ കൂടെ ചേർന്നോളൂ. ശാന്തമണിയുടെ കൊട്ടക്കാവടി വരൂ. അഭിമാനമായ ജോസാൻ പാർട്ടിയുടെ ബാൻഡ് മേളം. 5 കൊട്ടക്കാവടി കഴിയുമ്പോൾ ഒരു ബാൻഡ് മേളം, അതിന് പിന്നിൽ കൊട്ടക്കാവടി. ഇങ്ങനെ ക്രമാനുഗതമായി മുന്നോട്ട് പോകണം. ജോസാൻ പാർട്ടിയുടെ ബാൻഡ് മേളം വേഗത വർദ്ധിപ്പിച്ചേ. ആകാശം പ്രകാശമാനമാണ്. കാർമേഘങ്ങൾ മാറി വെൺമേഘങ്ങൾ ആകാശത്തിന് മുൻപിൽ നിന്നിരിക്കുകയാണ്. ഈ നാടിന്റെ അത്തച്ചമയം കാണാൻ ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. അതൊക്കെ പരമാവധി മുതലെടുക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നാടും നഗരവും ഉണർത്തി പ്രൗഢോജ്വലവും മഹനീയവുമായ ഘോഷയാത്ര. കൊട്ടക്കാവടിക്ക് പിന്നിലായി അരുൺ MS പുലികളി 20 മേളം. പുലികളിയോടൊപ്പം മേളം. ഈ കൊട്ടക്കാവടിക്ക് പിന്നിലാണ്. കൊട്ടക്കാവടി വേഗത കൂട്ടൂ. വേഗത കൂട്ടി ഈ വേദിക്ക് മുന്നിലൂടെ കൊട്ടക്കാവടി കടന്നു. പുലികളി മേളം. അരുൺ MS പുലിയൂർ സെന്റർ പുലിക്കളി സമിതിയുടെ പുലിക്കളി. അരുൺ MS പുലിയൂർ സെന്റർ പുലിക്കളി സമിതിയുടെ പുലിക്കളി മേളം. മേളം അണിനിരക്കണം. ബാൻഡുകളാണ് കൊണ്ടുവരുന്നത് വേദിക്ക് മുന്നിൽ. നഗരവീതികളിൽ പുളകച്ചാത്തണിയിച്ച പുലിക്കളി മേളം കടന്നു വരികയാണ്. 66ഓളം നാടക കലാരൂപങ്ങൾ, കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ, കാലത്തിന്റെ അതിജീവിക്കുന്ന കലാരൂപങ്ങൾ അണിനിരത്തി മലബാറിന്റെ തെയ്യങ്ങൾ ഉൾപ്പെടെ വയനാടിന്റെ ഏതാനും മണ്ണിന്റെ ഉൾപ്പുളകങ്ങളിലേക്ക് കോരിത്തരിച്ച മലബാറിന്റെ ഇതിഹാസങ്ങൾ തുറക്കുന്ന മണ്ണിൽ നിന്നും തെയ്യത്തിന് വയനാട് മണ്ണിൽ നിന്നും ഇപ്പോഴും നഗരത്തിന്റെ വേദന കേൾക്കുന്ന വയനാട് നിന്നും ആഴവങ്ങളില്ലാതെ തെയ്യം നിറവും പറയുന്ന കലാരൂപങ്ങൾ ഈ നഗരത്തിലൂടെ മനോഹരമായ ഘോഷയാത്രയുമായി അവർ കടന്നു പോകുവാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പട്ടാമ്പുരം മേളം ഭൂമി വേഷം